നമസ്കാരം, ഡ്രൈവിംഗോട്ടോടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ റോയൽ എൻഫീൽഡിന്റെ ES350യുടെ ഒരു കംപ്ലീറ്റ് ഓണർഷിപ്പ് റിവ്യൂ നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരുപാട് പേരുടെ അഭിപ്രായം ഉണ്ടായിരുന്നു ഈ വാഹനത്തിന്റെ കൂടെ ഇറങ്ങിയിട്ടുള്ള KS350യുടെ ഒരു ഓണർഷിപ്പ് റിവ്യൂ നമുക്ക് ചെയ്യാമോന്ന്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, റോയൽ എൻഫീൽഡിന്റെ ES350 വേഴ്സസ് റോയൽ എൻഫീൽഡിന്റെ KS350 അതുമായിട്ടൊരു കമ്പാരിസൺ വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ രണ്ട് വണ്ടി ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം ഈ കാണുന്ന വണ്ടിയാണ് 350 KS എന്ന് പറയുന്ന വണ്ടി. നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞ പോലെ തന്നെ ഈ KS എന്ന് പറയുന്നത് കിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഒരു എക്സ്പാൻഷൻ ആണ് ഈ വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതുപോലെ തന്നെ ഈ കാണുന്ന വണ്ടിയാണ് 350 ES എന്ന് പറയുന്ന മോഡൽ. ഇതൊരു ഇലക്ട്രിക് സ്റ്റാർട്ട് വന്നുകൊണ്ടാണ് ഒരു പക്ഷേ അതിന് ES എന്ന് പറയുന്ന ഒരു പേര് വണ്ടിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മേജർ ഡിഫറൻസ് ആയിരിക്കും രണ്ട് വണ്ടിയുടെ ക്രാങ്ക് വെയിറ്റ്. ആ വണ്ടിക്ക് വരാൻ നേരത്തെ ഒരു 10.4 അല്ലെങ്കിൽ 10.5 10 കിലോയോളം ക്രാങ്ക് വെയിറ്റ് ഈ വരുന്ന KS350ക്ക് വരുന്നുണ്ട്. എങ്കിൽ ES350 വരുമ്പോൾ ഇതിനൊരു 8.5 കിലോഗ്രാം ക്രാങ്ക് വെയിറ്റ് ആണ് വരുന്നത്. അത് ഒരു പക്ഷേ സെൽഫ് സ്റ്റാർട്ട് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും, ആ വണ്ടിയിൽ സെൽഫ് സ്റ്റാർട്ട് വരാത്തത് കൊണ്ടായിരിക്കണം ഇത്രയും ക്രാങ്ക് വെയിറ്റ് ആ വണ്ടിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എങ്കിലും നമ്മൾ നോട്ടീസ് ചെയ്യാത്തൊരു ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതിന് 10 കിലോയോളം ക്രാങ്ക് വെയിറ്റ് ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി രണ്ട് വണ്ടിയും കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് ഈ വണ്ടിക്കാണ് മൊത്തത്തിലുള്ളൊരു ക്രബ് വെയിറ്റ് കുറവായിട്ട് വരുന്നത്. ഈ വണ്ടിക്ക് ലേശം കുറച്ചുകൂടി വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ക്രാങ്ക് വെയിറ്റ് എന്ന് പറയുന്ന ഫാക്ടർ ഈ രണ്ട് വണ്ടിക്ക് എങ്ങനെ ബാധിക്കും നോക്കാം. ഞാൻ പറഞ്ഞു ഈ വണ്ടിക്ക് ഏകദേശം 10 കിലോളം ക്രാങ്ക് വെയിറ്റ് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ പോസിറ്റീവ്സ് എന്താണെന്ന് നോക്കാം. പ്രധാനമായിട്ട് പറയുമ്പോൾ ഈ വണ്ടിക്ക് കമ്പാരിറ്റീവ്ലി വൈബ്രേഷൻസ് കുറച്ച് കുറവാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. രണ്ടാമത്തെ കാര്യം പറയുമ്പോൾ ഈ വണ്ടിക്ക് കുറച്ചുകൂടി സ്ലോ സ്പീഡ്, അതായത് മിനിമം സ്ലോ സ്പീഡിൽ വണ്ടി റൺ ചെയ്യാൻ ഈ വണ്ടി കഴിയും. പിന്നെ മൂന്നാമത്തെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു മിനിമം സ്പീഡിൽ ടോപ്പ് ഗിയറിൽ ഈ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പോകാൻ കഴിയും. ഈ വണ്ടിക്കും ഈ രണ്ട് വണ്ടിക്കും 15 ടീത്തിന്റെ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് തന്നെയാണ് വരുന്നത്. എങ്കിലും ഈ വണ്ടിക്ക് 5ാമത്തെ ഗിയറിൽ നമുക്കൊരു മിനിമം ഒരു 40 കിലോമീറ്റർ സ്പീഡ് വരെ പോകാൻ കഴിയുമെന്നാണ് ഈ ഓണർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വണ്ടിയിൽ വരുമ്പോൾ ഒരു 45ഓളം കിലോമീറ്റർ സ്പീഡിനാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, 45 കിലോമീറ്റർ സ്പീഡാണ് 5ാമത്തെ ഗിയറിലെ ഈ വണ്ടിയുടെ മിനിമം സ്പീഡ്. അപ്പോൾ ഈ രണ്ട് പുതിയ വണ്ടിയിൽ വന്നിട്ടുള്ള പുതിയ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്ന് നോക്കാം. രണ്ട് വണ്ടിയിലും ഫ്രണ്ടിൽ വരുമ്പോൾ സിംഗിൾ ചാനൽ ABS വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് വണ്ടിയുടെ പുറകിലോട്ട് വരുമ്പോൾ നമുക്ക് ഡ്രം ബ്രേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ രണ്ട് വണ്ടിയിൽ ES-നും KS350ക്കും ബാക്കിലൊരു സെൻസറും ഇവിടെ വരുന്നുണ്ട്. നമുക്ക് കാണാം, ഈ കാണുന്ന സെൻസർ രണ്ട് വണ്ടിക്കും വന്നിട്ടുണ്ട്. ഈ വണ്ടിക്കും മറ്റു വണ്ടിക്കും ബാക്കിലൊരു സെൻസർ വന്നിട്ടുണ്ട്. അത് രണ്ട് വണ്ടിയുടെ വീൽ റൊട്ടേഷൻ ഏകദേശം സെയിം ആക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇനി ഈ രണ്ട് വണ്ടിയുടെ ലുക്സിനെ പറ്റിയായിരിക്കും നോക്കുക. ആദ്യം പിന്നെ ലുക്സ് നോക്കുമ്പോൾ ഈ KS350ക്ക് ടാങ്കിൽ ഒരു സ്റ്റിക്കറാണ് വരുന്നത്. റോയൽ എൻഫീൽഡിന്റെ ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് വരുന്നത്. ഇവിടെ ടോൾ ബോക്സിൽ അതുപോലെ സ്റ്റിക്കറാണ് വന്നത്. ഈ വണ്ടിയിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് സ്റ്റിക്കറിന്റെ കാര്യത്തിൽ. നമ്മുടെ ഒരു പഴയ സ്റ്റാൻഡേർഡ് 500ന്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ ഈ ഒരു സംഭവം മാത്രം വരത്തില്ല, ഈ പ്ലെയിൻ ആയിട്ട് ഈ ഒരു സ്റ്റിക്കർ മാത്രമേ വരത്തുള്ളൂ. മറ്റ് ES350യിലോട്ട് പോകുന്ന നേരത്ത് നമുക്കിവിടെ ഒരു ടാങ്ക് ബാഡ്ജ് ആണ് വരുന്നത്. റോയൽ എൻഫീൽഡിൽ തന്നെ കുറച്ച് ബൾജിങ് ആയിട്ടുള്ള ഒരു ടാങ്ക് ബാഡ്ജ് വരുന്നുണ്ട്. അത് നല്ലൊരു ലുക്ക് വണ്ടി കൊടുക്കുന്നുണ്ട്. ടൂൾ ബോക്സ് വരാൻ നേരത്ത് മറ്റു വണ്ടിയെ പോലെ തന്നെ ബുള്ളറ്റ് 350 എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ ഇവിടെ വരുന്നുണ്ട്. ഇനി KS350യുടെ ഒരു എഞ്ചിൻ കവർ നമുക്ക് നോക്കാം. എഞ്ചിൻ കവർ വരുമ്പോൾ ഇത് ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. ഇവിടെ മാത്രം നമ്മുടെ ഈ എഞ്ചിന്റെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഒരു മാറ്റ് ബ്ലാക്ക് പൗഡർ കോട്ടർ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബെൻ പൈപ്പ് കാര്യങ്ങൾ സൈലൻസർ എല്ലാം ക്രോമാണ് വരുന്നത്. ഇനി നമുക്ക് മറ്റേ വണ്ടിയിലോട്ട് നോക്കാം. 350 ES-ന് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫുള്ള് പൗഡർ കോട്ടർ ആയിട്ടുള്ള ബ്ലാക്ക് ആണ് വരുന്നത്. നോക്കുക, എഞ്ചിന്റെ ഹെഡ് മുതൽ ഈ കാണുന്ന എഞ്ചിന്റെ കവറിംഗ് ഫുള്ള് അവിടെ വരെ നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെൻ പൈപ്പ് സൈലൻസർ എല്ലാം ക്രോം പ്ലേറ്റഡ് ആണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് രണ്ട് വണ്ടിയുടെ ലുക്ക് വൈസ് നമുക്ക് പറയാനുള്ളത്. പെർഫോമൻസ് വൈസ് ഓറിയന്റഡ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാം. അതിന് മുമ്പ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം ഈ വണ്ടിയിൽ കൊടുത്ത പോലൊരു ഹെഡ്ലൈറ്റ് ക്യാപ്പ് രണ്ട് വണ്ടിക്കും കൊടുക്കായിരുന്നു എന്ന് തോന്നി. ഈ രണ്ട് വണ്ടിക്കും സ്റ്റോക്കായിട്ട് വരുമ്പോൾ ഇത് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി സംശയമുള്ള ഈ രണ്ട് വണ്ടിയുടെ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ കംഫോർട്ട് നമുക്ക് ആർക്കൊക്കെ ഇതൊക്കെ ഓടിക്കാം എന്നൊക്കെ ഉള്ളതായിരിക്കും. നമുക്ക് ഇതിലോട്ട് നോക്കാം. എനിക്ക് മെയിനായിട്ട് പറയാനുള്ള രണ്ട് വണ്ടിയുടെ രൂപഘടന സെയിം ആണ്. ഒരേപോലത്തെ ഒരു ഡിസൈനാണ് രണ്ട് വണ്ടിയിലും ഫോളോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിറ്റ് ചെയ്യാനും ഇതിൽ കയറി ഇരിക്കാൻ നേരത്തും റൈഡറിനായാലും പില്ലിനായാലും ഹാൻഡിലോട്ടുള്ള ഒരു
പിടുത്തം അത് രണ്ട് വണ്ടിക്ക് സെയിം ആയിട്ട് വരുന്നുണ്ട്. ഹാൻഡിൽ ഡിഫറൻസ് ഒന്നും ഈ രണ്ട് വണ്ടിക്ക് കാണുന്നില്ല. പിന്നെ റൈഡിങ്ങിന് കംഫോർട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കേസ് ഫീൽ ചെയ്തു. അത് വേറൊന്നും കൊണ്ടല്ല, അതിന്റെ ക്രാങ്ക് വെയിറ്റ് കാര്യങ്ങളാണ്. എന്ന് വെച്ച് ഈ വണ്ടി ഒട്ടും മോശമാണെന്ന് പറയത്തില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുള്ളത് ഈ വണ്ടിയുടെ ഹൈറ്റ് ഡിഫറൻസ് അങ്ങനെ അതുള്ള കാര്യങ്ങളായിരിക്കും. ഞാൻ ആദ്യമേ പറയാം, രണ്ട് വണ്ടിയും പങ്കുവയ്ക്കുന്ന സെയിം ആയിട്ടുള്ള ടയറാണ്. അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള ആ പഴയ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് ഈ രണ്ട് വണ്ടിയും പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് വണ്ടിയുടെ ഹൈറ്റ് എനിക്ക് നോക്കിയപ്പോൾ ഏകദേശം സെയിം ആയിട്ട് തന്നെ തോന്നി. പിന്നെ ക്ലാസിക്കിനെയൊക്കെ അപേക്ഷിച്ച് നോക്കാനായിട്ട് ഇതിന്റെ റിം സൈസ് കുറച്ചുകൂടി, അതിന്റെ റേഡിയസ് ഡയമീറ്റർ കുറച്ച് കൂടുതലായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെ ഉള്ളൊരു ഹൈറ്റ് ഡിഫറൻസ് മാത്രമേ തോന്നിയുള്ളൂ. എങ്കിലും രണ്ട് വണ്ടിയുടെയും സീറ്റ്, റൈഡർ സീറ്റ് കുറച്ച് കുഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കാലെത്താനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഹൈറ്റ് ഇഷ്യൂസ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഈ രണ്ട് വണ്ടിയിൽ സെന്റർ സ്റ്റാൻഡ് അടിച്ചപ്പോൾ എനിക്ക് ഈ വണ്ടി കുറച്ചുകൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നി. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വണ്ടി കുറച്ചുകൂടെ പൊക്കപ്പുറത്തിരിക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് ഫീൽ ചെയ്തായിരുന്നു. ഇവിടെ രണ്ട് വണ്ടി പുതിയതാണെങ്കിലും ഇതിലൊരു ഫ്യൂവൽ ഗേജോ മറ്റൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാനിത് പറയാനുള്ള കാര്യം, കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരുപാട് പേരുടെ സജഷൻസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ സ്കൂട്ടർ ഓടിക്കുന്ന ആളാണ്, എനിക്ക് ബൈക്ക് ഫ്രണ്ട്ലി ആയിട്ട് ഈ രണ്ട് വണ്ടിയിൽ ഏതായിരിക്കും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞു. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടിന് ക്രാങ്ക് വെയിറ്റ് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു കേസിന് കുറച്ച് കൂടുതൽ ക്രാങ്ക് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ യൂസ് എന്താണെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടിരിക്കും. അതായത് ഞാൻ വണ്ടി കയറിയിട്ട് ഫസ്റ്റ് ഗിയർ അടിച്ചു ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി ഒന്ന് പോകാൻ നേരത്തു ഈ വണ്ടി ഓഫ് ആവാനുള്ള ഒരു പ്രവണത കുറച്ച് കുറവായിട്ട് കാണിക്കുക. നേരെ മറിച്ച് ഈ വണ്ടി വരുമ്പോൾ കുറച്ചുകൂടി വണ്ടി ഹാഫ് ക്ലച്ച് കൊടുക്കുമ്പോൾ ചാട്ടം നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ എഞ്ചിൻ ഇടിച്ചു നിൽക്കുന്ന ഒരു പ്രവണത ഈ വണ്ടിക്ക് കണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗിനേഴ്സ് അറിയാനുള്ള കാര്യം, നിങ്ങൾക്ക് കിക്ക് സ്റ്റാർട്ട് ഉപയോഗിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് കരുതി റോയൽ എൻഫീൽഡിന്റെയൊക്കെ വാഹനങ്ങളിൽ കിക്ക് സ്റ്റാർട്ട് ഒരുപാട് ടൈറ്റ് ആയിട്ടോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അതിനൊരു നമ്മുടെ ആ ഒരു മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ വാഹനം ഉപയോഗിക്കുന്നവർക്ക് ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, രണ്ട് വണ്ടിയും പഴയ പോലെ അതുപോലെയുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, അതായത് മീറ്റർ കൺസോളാണ് വന്നിട്ടുള്ളത്. രണ്ടിനും ഫ്യൂവൽ ഗേജ് പോലുള്ള കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒരു ലൈറ്റ് മാത്രമാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 3-3.5 ലിറ്റർ ആകുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് ഇൻഡിക്കേഷൻ മാത്രമാണ് ഇവിടെ കാണിക്കുന്നത്. അത് ശരിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപക്ഷെ കമ്പനി അത് വലിയൊരു അപ്ഡേറ്റ് ആയിട്ട് പറയുന്നെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യമാണ്. ഈ വണ്ടി ഒന്ന് ചരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് കോർണറൊക്കെ ചെയ്യാൻ നേരത്ത് നമുക്കൊരു ഹാഫ് ടാങ്കിന് താഴെയാണ് പെട്രോൾ എങ്കിൽ ഈ ഇൻഡിക്കേഷൻ എപ്പോഴും കത്തി കിടക്കുന്ന ഒരു പ്രവണത കണ്ടുവന്നിട്ടുണ്ട്. ഓൾറെഡി രണ്ട് വണ്ടിയിൽ റിസർവ് നോബൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡ് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു മെത്തേഡാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം റിസർവ് ആകുമ്പോൾ നമുക്ക് 2.5 ലിറ്റർ പെട്രോൾ ഉണ്ട്. അപ്പോൾ അടുത്തുള്ള ഇനി ഒരു ഏകദേശം ഒരു 80-100 കിലോമീറ്ററോളം വണ്ടി പിന്നെ ഓടും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്യൂവൽ ഇൻഡിക്കേഷൻ ലൈറ്റ് എന്ന് പറയുന്ന ഒരു നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ പുതിയ വണ്ടി എടുക്കുമ്പോൾ പെട്രോളിന്റെ കാര്യം ഈ വണ്ടിയിൽ രണ്ടിനും വിശ്വസിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. BS6 മോഡലിലോട്ട് വരുമ്പോൾ പിന്നെയും ഇതിനേക്കാളും വലിയ ഇഷ്യൂസ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാരണം അതിനൊരു റിസർവും വരുന്നില്ല എന്നാണ് പറഞ്ഞത്, ഈ ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇൻഡിക്കേഷന്റെ ഏറ്റവും മെയിൻ പ്രോബ്ലം എന്ന് പറയാൻ വണ്ടി നമ്മളത് കുറച്ച് ചരിക്കുമ്പോൾ തന്നെ അതിന്റെ സെൻസറിൽ പെട്രോളിന്റെ അളവ് പിടിക്കാത്തതുകൊണ്ട് തന്നെ അതിന് നേരത്തെ ലൈറ്റ് കത്തുമെന്ന് അറിഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ BS6 വാഹനം ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിട്ടൊരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. അതിൽ പെട്രോൾ ഈ പറയുന്ന പോലെ ഇൻഡിക്കേഷൻ മാത്രമാണ് വരുന്നത്, അതിലൊരു റിസർവ് നോബ് ഞാൻ കണ്ടില്ല. അപ്പോൾ ഷോറൂം അധികൃതരോട് ഞാൻ ഈ കാര്യം ചോദിച്ചപ്പോൾ തന്നെ അവർ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ പെട്രോൾ തീരുമ്പോൾ വണ്ടി ഒന്ന് ഓഫ് ആവും, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ ഒന്നും കൂടെ പുഷ് ചെയ്യാത്ത വണ്ടി ഒന്ന് സ്റ്റാർട്ട് ആവും. അപ്പോൾ തന്നെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പെട്രോൾ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതൊരു അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. വണ്ടി നിന്ന് കഴിഞ്ഞാൽ അടുത്ത് പെട്രോൾ പമ്പോ മറ്റോ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ പുതിയ വണ്ടികൾ എടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിന് പറ്റി കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ രണ്ട് വണ്ടിയുടെ വെയിറ്റിന്റെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് കൂടുതലാണ്, ഇത് കുറച്ച് കുറവാണ്. സ്പ്രോക്കറ്റ് കാര്യങ്ങൾ ഒരു 15 തന്നെയാണ് രണ്ടിനും വന്നിട്ടുള്ളത്. അപ്പോൾ ക്രാങ്ക് വെയിറ്റ് കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുക. വണ്ടിയുടെ മൈലേജ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് രണ്ട് വണ്ടിക്ക് ഏകദേശം സെയിം മൈലേജ് ആണ് കിട്ടുന്നത്. പക്ഷേ പ്രോബബിളി KS-നാണ് കൂടുതൽ മൈലേജ് കിട്ടാൻ സാധ്യത. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഒരു ടോപ്പ് ഗിയറിൽ മിനിമം സ്പീഡിന് പോകാനുള്ള കേപ്പബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഈ വണ്ടിക്ക് കുറച്ച് മൈലേജ് കൂടുതൽ കിട്ടാൻ സാധ്യത ഉണ്ട്. എങ്കിലും നമ്മുടെ ഓണേഴ്സിനോട് ചോദിച്ചപ്പോൾ രണ്ട് വണ്ടിക്കും 45 പ്ലസ് ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഈ വണ്ടിയിലുള്ള ഏറ്റവും വലിയൊരു ഡിഫക്റ്റ് എന്ന് പറയുമ്പോൾ മൈലേജ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ റിസർവിലിട്ടാണ് നോക്കുന്നതെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു 50 അല്ലെങ്കിൽ 55 ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് രണ്ട് പ്രോബബിലിറ്റി ഉണ്ട്. അതായത് +or-5. നിങ്ങൾക്ക് ഒരു 50 കിട്ടിയപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് 55 കിട്ടാം, അല്ലെങ്കിൽ 45 കിട്ടാം. എപ്പോഴും റിസർവിൽ ഒരു 5 കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ നോക്കുമ്പോഴായിരിക്കും കറക്റ്റ് മൈലേജ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ റിസർവ് ആക്കിയിട്ടുള്ള മൈലേജ് നോക്കുന്ന ഒരു പരിപാടി ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അതിന് നമ്മൾ ആ മൈലേജ് നോക്കാനുള്ള ബോട്ടിൽ ഡയറക്റ്റ് കണക്ട് ചെയ്ത് നോക്കിയാലേ കറക്റ്റ് മൈലേജ് നമുക്ക് അറിയാൻ പറ്റും. ഇനി രണ്ട് വണ്ടിയുടെ മെയിൻ ആയിട്ടൊരു ഡിഫറൻസ് എന്ന് എനിക്ക് ഫീൽ ചെയ്ത് ഇതിന്റെ ബാറ്ററി കാര്യങ്ങളും നമുക്ക് നോക്കാം. ബാറ്ററി എന്ന് പറയുമ്പോൾ
നമ്മുടെ KSA വരുന്നത് ഒരു മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ബാറ്ററി അല്ല, മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്ററിയാണ്. അതായത് നമുക്ക് വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ്. ESൽ വരുമ്പോൾ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് വരുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി പവർഫുൾ ആയിട്ടുള്ളൊരു മെയിൻ്റനൻസ് ഫ്രീ ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി നമുക്ക് നോക്കാം. രണ്ട് വണ്ടിക്ക് ഏകദേശം നല്ല വിസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഈ വണ്ടിക്ക് മെയിൻ്റനൻസ് അല്ലാതെ വരുന്ന ബാറ്ററി ആയതുകൊണ്ട് പിന്നെ ഡയറക്റ്റ് കണക്ഷൻ അല്ലാത്തതുകൊണ്ടും നമുക്ക് ആക്സിലേറ്റർ കൊടുക്കാനകത്ത് കുറച്ചുകൂടെ ലൈറ്റ് ബ്രൈറ്റ് ആയിട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്കിലും യൂസ്ഡ് ആകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ മെയിൻ്റനൻസിന്റെ കാര്യം നോക്കുക, സർവീസ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിനൊരു സെൽഫ് സ്റ്റാർട്ട് വരുന്നുണ്ട്. സെൽഫ് സ്റ്റാർട്ട് വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ കുറച്ചെങ്കിലും മെയിൻ്റനൻസ് ഈ വണ്ടിക്ക് കൂടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി നിങ്ങൾക്ക് തരാനുള്ള കുറച്ച് സജഷൻസ് എന്ന് പറയുമ്പോൾ ഈ വണ്ടി എനിക്ക് ഉപയോഗിച്ചപ്പോൾ കുറച്ചൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു മെയിൻ ആയിട്ടൊരു സംഭവം എന്ന് പറയുമ്പോൾ ബിഗിനർ ഫ്രണ്ട്ലി ആണ് ഈ വണ്ടിയെങ്കിലും ഇതിൽ സെൽഫ് സ്റ്റാർട്ട് വരുന്നില്ല എന്നുള്ളൊരു കാര്യം ഓർക്കണം. നിങ്ങൾക്ക് കാലിനോ അല്ലെ അതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും കിക്ക് സ്റ്റാർട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വണ്ടി വരുമ്പോൾ നമുക്കൊരു സെൽഫ് സ്റ്റാർട്ട് വരുന്നുണ്ട്. പിന്നെ രണ്ട് വണ്ടിയിൽ എനിക്ക് പോസിറ്റീവായിട്ടൊരു തോന്നിയ കാര്യം, പ്രത്യേകിച്ച് ESന്റെ കാര്യം പറയുമ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ടോപ്പ് സ്പീഡ്, അതായത് 5ാമത്തെ ഗിയറിലുള്ള മിനിമം സ്പീഡ് 45-ലൊക്കെ പോകാൻ കഴിയുന്നു എന്ന് പറഞ്ഞു. നമുക്ക് ക്ലാസിക്കിലേക്ക് വെച്ച് നോക്കുമ്പോൾ അത് വേറൊരു സ്വപ്നം മാത്രമാണ്. ഇതിനും വരുമ്പോൾ കുറച്ചുകൂടി 40 കിലോമീറ്ററിലൊക്കെ പോകാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ട് ഞാൻ ഈ വണ്ടി കൂടുതൽ ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞു, അതായത് സെൽഫ് സ്റ്റാർട്ട് ഇല്ലാത്തൊരു വണ്ടി ഞാൻ എന്തുകൊണ്ട് ഇതിനെ കൂടുതൽ പ്രിസ്ക്രൈബ് ചെയ്തു എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് കുറച്ചുകൂടി ടോർക്കി ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരിടത്ത് നിന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള ഒരു പവർ ഈ വണ്ടിക്ക് കൂടുതലാണ്. എന്നാൽ നമുക്ക് ടോപ്പ് സ്പീഡിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സ്പീഡിന്റെ കാര്യം നോക്കുമ്പോൾ ഈ വണ്ടി കുറച്ചുകൂടി മുന്നിലായിരിക്കും എന്ന് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ക്ലച്ച് റിലീസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സ്മൂത്ത് ആണ്. അതായത് ക്ലച്ച് നമ്മളെ വിട്ട് കഴിയുമ്പോൾ വണ്ടി അങ്ങ് പോവുകയാണ്. കുറച്ചുകൂടെയൊക്കെ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്ത് സ്ലോ സ്പീഡൊക്കെ കൂട്ടി വെക്കുകയാണ്. ഈ വണ്ടി ക്ലച്ച് എടുത്താലും വണ്ടി പെട്ടെന്ന് ഓഫ് ആവാതെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഈ വണ്ടി വരുമ്പോൾ അങ്ങനെയല്ല, വലിയൊരു ഒച്ചത്തോടു കൂടി തന്നെ നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് വണ്ടികളും നമ്മുടെ ഓണർഷിപ്പ് റിവ്യൂ ആയിട്ട് തന്നെ BS4 വണ്ടികളാണ് നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അതായത് കുറച്ച് ഓടി വന്നതിന് ശേഷം ഇതിനെന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഇനി പുതിയ BS6 വാഹനമാണ് എടുക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല, ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ് വണ്ടിയിൽ രണ്ടും വന്നേക്കുന്നത്. അപ്പൊ BS6-ന്റേതായ കുറച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ട്. അതായത് പെട്രോളൊക്കെ അടിച്ചിടേണ്ടി വരുന്ന ഒരവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. എങ്കിലും ഞാൻ പറയാം, ഈ രണ്ട് വണ്ടികളും ടയർ സൈസ് ഹൈറ്റ് ഒക്കെ സെയിം ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. കാരണം ക്രാങ്ക് വെയിറ്റ് കൂടുതലാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് കുറച്ചുകൂടി മൊത്തത്തിലുള്ള കർബ് വെയിറ്റ് കൂടുതലാണ്. അതായത് വണ്ടിയുടെ ഭാരം ESന് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് പറ്റുന്നത് നിങ്ങളാണ് ചൂസ് ചെയ്യാനുള്ളത്. ഇനി നിങ്ങൾ ഇതിൽ ഏത് വണ്ടി എടുക്കണം എന്നുള്ളൊരു വലിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കിനെ പറ്റിയാണ് പറയാനുള്ളത്. ലുക്ക് വൈസ് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ രണ്ട് വണ്ടി നോക്കിയിട്ട് ഏത് വണ്ടിയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് നോക്കണം. KS 350 ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോയിൽ കുറച്ചുകൂടി ലുക്കായിട്ട് തോന്നാം. കാരണം നമ്മുടെ ഓണർ ഇവിടെ ഒരു സ്ട്രൈപ്പ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ലുക്ക് ഈ വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ പ്ലെയിൻ ആയിട്ടുള്ളതാണ്. രണ്ട് വണ്ടിയിലും ടാങ്ക് പ്ലെയിൻ ആണ്. അതിൽ പിന്നെ ഇതിലൊരു സ്റ്റിക്കർ വരുന്നുണ്ട്. അവിടെ ചെറുതായിട്ട് ബൾജിങ് ഉള്ളൊരു പഞ്ചിങ് വരുന്നുണ്ട് എന്നൊരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ എന്റെ ഫ്രണ്ട്സിന് കുറച്ച് പണി കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ആണ് പറയാനുള്ളത്. നിങ്ങൾക്ക് സെൽഫ് സ്റ്റാർട്ട് അത്യാവശ്യമാണ്. നിങ്ങളുടെ വണ്ടിയിൽ സെൽഫ് സ്റ്റാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിനൊരു കംപ്ലൈന്റ് തോന്നും, ഇതിനൊരു സെൽഫ് സ്റ്റാർട്ടില്ല, എപ്പോഴും കിടന്ന് കിക്കർ അടിക്കണം എന്നൊരു തോന്നൽ വരും. അതല്ല, കുറച്ചുകൂടി സ്പിറ്റ് ഒക്കെ ഉള്ള ഈ വണ്ടിക്ക് കിക്ക് സ്റ്റാർട്ട് മതി, എനിക്ക് ആ ഒരു വിന്റേജ് ഫീല് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടി ചൂസ് ചെയ്യാം. കാരണം ഇപ്പോഴും ആ പഴയ സ്റ്റാൻഡേർഡിന്റെ ക്രാങ്ക് വെയിറ്റ് ഈ വണ്ടിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് വണ്ടിയുടെ ഓണർഷിപ്പ് റിവ്യൂ എന്ന ഒരു രീതിയിൽ നമുക്ക് ഓണറിനോട് രണ്ടുപേരുടെ സംസാരിച്ചപ്പോൾ വലിയ നെഗറ്റീവ്സ് ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അതായത് ഏകദേശം 1 ഇയർ ആയിട്ടുണ്ട് ഈ രണ്ട് വണ്ടി എടുത്തിട്ട്. എങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. ഏകദേശം 8000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് രണ്ട് വണ്ടിയും. അപ്പോൾ വണ്ടിയുടെ വശത്തുനിന്ന് ഇതുവരെ ഒരു കംപ്ലൈന്റോ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണും, ഈ രണ്ട് വണ്ടി തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിൽ മാക്സിമം പറയാനുള്ള കോമ്പാരിസൺ എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലുക്ക് വൈസ് ആയാലും എഞ്ചിൻ പെർഫോമൻസ് ആയാലും ബാക്കി എല്ലാം നിങ്ങളുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എന്ത് വേണം എന്ന് ചൂസ് ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ എന്ന് നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അപ്പോൾ റോയൽ എൻഫീൽഡിന്റെ തന്നെ രണ്ട് വാഹനങ്ങളായിട്ടുള്ള 350 KS-ഉം 350 ES-ഉം നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമുണ്ട്. ഇനിയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം. ടീം ഡ്രൈവ് മീ ഓട്ടോ ഈ സൈനിങ്.